നല്ല സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് സാവൂനരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ഗ്ലാസ് പുഴുങ്ങലരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി എടുത്ത് വെക്കാം. പിന്നെ 1 ഗ്ലാസ് ഉഴുന്ന് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്നും നന്നായി ക്ലീൻ ചെയ്ത് എടുക്കാം. അരിയുടെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും നന്നായി കഴുകി കുതിർത്ത് വെക്കാം. രാവിലെ കുതിർത്ത് വൈകുന്നേരം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഉഴുന്ന് പരിപ്പ് കുതിർന്നതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇതെടുത്ത് അരക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കണം ഉഴുന്ന്. അതിന് ശേഷം നമ്മൾ ഉഴുന്ന് കുതിരാൻ വെച്ച വെള്ളം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം. അപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് ഉഴുന്ന്. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ചെറുതായിട്ട് അരച്ച് കൊടുത്തത്. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാർ അധികം ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മാവ് പൊങ്ങി വരാൻ താമസം ഉണ്ടാവും. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു. ഇനി ബാക്കി അരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. അരിയും അരക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ചോറ് ഒന്നും ചേർക്കുന്നില്ല. ഞാൻ സാധാരണ ചോറ് ചേർത്ത് അരക്കുന്ന ഇഡ്ഡലിയുടെ ഒരു റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പുഴുക്കലരി ചേർത്തത് കൊണ്ട് തന്നെ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട്. നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് എടുത്തിട്ട് വരാം. അതും ഞാൻ ഉഴുന്ന് ചേർത്ത വെള്ളവും പിന്നെ 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഉഴുന്ന് അരച്ച് ചേർത്തതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം കൈ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് കുറച്ചുകൂടി ഈ ഉഴുന്നും അരിയും ഒക്കെ നല്ല സെറ്റായി വരികയും പിന്നെ പൊങ്ങി വരാനും കൂടി നല്ലതാണ്. നമ്മുടെ കൈയുടെ ചൂടും ഒക്കെ ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം ഇഡ്ഡലി ചുട്ടെടുക്കാം. ഞാൻ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചു. ചൂടായതിന് ശേഷം നന്നായി വെള്ളം തിളച്ചതിന് ശേഷം വേണം ഈ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൽ ചുട്ട് കൊടുക്കാൻ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഇഡ്ഡലി മാവ് ഇതിൽ അങ്ങനെ ഒട്ടി പിടിക്കില്ല. അപ്പോൾ നമുക്ക് 2 തട്ടിലും ഇതുപോലെ ചുട്ടെടുക്കാം. ഇഡ്ഡലി നന്നായി പൊങ്ങി വന്ന് നല്ല പൂ പോലെ സോഫ്റ്റായ നല്ല ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് വേഗം ഇളകി വരാൻ വേണ്ടി ഒരു സൂത്രപ്പണി ചെയ്താൽ മതി. ഇതിൻ്റെ പുറകു വശത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ ഉടനെ തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. കാണുന്നില്ലേ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാണുന്നില്ലേ, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ
വെള്ള ചട്നിയാണ് ഉണ്ടാക്കിയത്. തേങ്ങാ ചട്നി തന്നെ പച്ചമുളക് ചേർത്തിട്ട് അരച്ചതാണ്. അപ്പോൾ ഇതും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.